ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഹ്യൂജ് മീഷോ ഹോളായിട്ടാണ് വന്നിട്ടുള്ളത്. സോ കുറച്ചധികം കളക്ഷൻസ്, നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിച്ചു തരുന്നത്. കൂടുതലും കുർത്തീസും കോട്ടൺ കുർത്തീസും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് ഒക്കെ വരുന്ന ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് കോട്ടൺ കുർത്തീസ്, അതേപോലെ തന്നെ കാഷ്വൽ വെയറിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ്, ലൈക്ക് നല്ലൊരു അടിപൊളി വീഡിയോ ആണ് ഇന്നത്തേത്. ഒരു ഹ്യൂജ് മീഷോ ഓൾ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ ഭയങ്കര ടയേർഡാണ്. എൻ്റെ കണ്ണൊക്കെ കണ്ടാൽ മനസ്സിലാവും. വലിയൊരു ഉഷാറിലല്ല, കാരണം നല്ല ടയേർഡാണ്. ഒരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഭയങ്കര ടയേർഡാണ്. ഞാനിപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ഈ ഡ്രസ്സും നമ്മൾ മീഷോന്ന് തന്നെ ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ടുള്ള ഡ്രസ്സാണ്. സോ അതന്നെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫാഷൻ ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ആണ് ഇതിൽ കൂടുതലും പോസ്റ്റ് ചെയ്യാറ്. അപ്പം നിങ്ങൾക്ക് അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് കാണിച്ചു തരുന്നത് ഞാൻ ഇവിടെ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ഔട്ട്ഫിറ്റ് ഡീറ്റെയിൽസ് തന്നെ ഫസ്റ്റ് പറയാം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ കൂടെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പും കൂടി ഉണ്ട്. അപ്പൊ അതിന്റെ കൂടി ഡീറ്റെയിൽസ് പറയണം. സോ ഫസ്റ്റ് ഞാൻ ഇതിൽ തുടങ്ങാം. ഇത് ഞാൻ വെയർ ചെയ്തിട്ടുള്ള ക്ലിപ്പ് സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ പറയുമ്പോൾ അത് മനസ്സിലാവും. സോ ഫസ്റ്റത്തെ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ്. ഇതൊരു നീ ലെങ്ത്തിലും മേലെയായിട്ടാണ് ലെങ്ത് വന്നിട്ടുള്ളത്. നീലും മേലെയായിട്ടാണ് ലെങ്ത് വന്നിട്ടുള്ളത്. സോ ഒരു ഫുൾ സ്ലീവിലാണ് വരുന്നത്. കണ്ട, ഫുൾ സ്ലീവാണ്, ഒരു ലൂസ് ഫുൾ സ്ലീവിലാണ്. സ്ലീവൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലൂസ് ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവിടെ നെക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു റോപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ കെട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അവിടെ റോപ്പ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ആക്കിയിടാം, കുഴപ്പമൊന്നുമില്ല. സോ ഒരു സ്ലിറ്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുറച്ച് കംഫർട്ടബിൾ ആയിട്ട്, നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കുർത്തിയാണ്, ലൈക്ക് ഒരു ടോപ്പാണ്. സോ ഞാൻ സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്, നല്ല ഫിറ്റിംഗ് ആണ്. ആൻഡ് ഇതിന്റെ സൈസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ഒരു സൈസ് അപ്പ് എടുക്കാം. കൂടുതലും പ്ലസ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സൽ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ, അങ്ങനെ പോകുന്നുണ്ട്. 5XL അങ്ങനെ പോകുന്നുണ്ട്. സോ അത്യാവശ്യം സൈസ് അവൈലബിൾ ആണ്. ഒരു സൈസ് അപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം, എന്നാലേ നിങ്ങൾക്ക് നല്ലൊരു ലൂസ് കൈൻഡ് ഓഫ് ആ ഒരു ഫിറ്റിൽ വെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് അറൌണ്ട് 520 റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസ് നല്ല വർത്ത് ആണ്. സോ ഇതിന്റെ കൂടെ തന്നെ എനിക്ക് കാണിച്ചു തരാനുള്ളതാണ് ഈ ഒരു ടോപ്പും. സെയിം ഈ ഒരു മെറ്റീരിയൽ, റയോൺ ആണ് മെറ്റീരിയൽ, നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത്. സോ ഇതൊരു ആനിമൽ പ്രിന്റിൽ വന്നിട്ടുള്ളതാണ്. സോ ഇതിന്റെ നെക്ക് വന്നത് ഇതാണ്, ഇങ്ങനെയാണ്. നെക്കിന്റെ ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ വന്നിട്ട് ഇതാണ് നെക്ക് വരുന്നത്. ആൻഡ് സ്ലീവ്, എല്ലാത്തിന്റെയും സ്ലീവ് ഡിഫറെന്റ് ആണ്. ഇതിൽ വേറെയും പ്രിന്റും ഷെയ്ഡിലും അവൈലബിൾ ആണ്. ഈ ഒരു ലൈക്ക് ഞാനിത് ട്രൈ ചെയ്തെടുത്ത് വേറെയും പ്രിന്റും ഷെയ്ഡൊക്കെ അവൈലബിൾ ആണ്. എല്ലാത്തിന്റെയും സ്ലീവ് കുറച്ച് ഡിഫറെന്റ് ആണ്. സോ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഫുൾ സ്ലീവ്, ഇങ്ങനെ ലൂസ് ആയിട്ടുള്ള ഫുൾ സ്ലീവ് ആണ്. ഇതൊരു 3/4 ലെങ്ത്തിൽ ഇങ്ങനെ ലൂസ് കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. ഓക്കെ, ഈ ഒരു സ്ലീവ് ആണ്. പിന്നെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇതും എനിക്ക് ഫിറ്റിംഗ് നല്ല ഇഷ്ടമായി. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ബ്ലാക്ക് ആൻഡ് കാരമൽ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. ആനിമൽ പ്രിന്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിവേ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സെയിം പ്രൈസ് ആണ്. ഫിറ്റിംഗ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈസ് അപ്പായിട്ട് എടുക്കാം. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ട്രൈ ചെയ്യാം. വേറെയും പ്രിന്റും ഷെയ്ഡും ഉണ്ട്, ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് അതിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ടെണ്ണമാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഔട്ട്ഫിറ്റ്. സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ കൈൻഡ് ഓഫ്, എനിക്ക് വെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നി. ഫുൾ സ്ലീവിൽ ഒരു പാകിസ്ഥാനി സ്യൂട്ട്സിനൊക്കെ സ്ലീവ് കണ്ടില്ലേ, ഫുൾ സ്ലീവിൽ, എന്നിട്ട് അതിലേക്ക് ലൂസിൽ വന്നിട്ടുള്ള ഈ ഒരു സ്ലീവിലൊക്കെ വന്നിട്ടുള്ള സ്ലീവ് എനിക്ക് ഹൈലൈറ്റ് ഇത് പറയണം തോന്നി. സോ ഈ ഒരു സ്ലീവിലൊക്കെ വന്നിട്ടുള്ള ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ, നല്ല കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു പിങ്ക് കുർത്തിയാണ്. ഒരു ലോങ് കുർത്തിയാണ്. രണ്ട് ഭാഗത്തും സ്ലിറ്റ് ഒക്കെ വരുന്ന ഒരു കുർത്തിയാണ്. നല്ല പ്രിന്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ ആണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. സോ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. റൗണ്ട് നെക്കാണ്, സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ടാവും. റൗണ്ട് നെക്കാണ്. സ്ലീവ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇങ്ങനെയുള്ള സ്ലീവാണ്. നല്ല ക്വാളിറ്റി, ഒരു പ്രീമിയം ക്വാളിറ്റി തന്നെ പറയാം. വലിയ പ്രൈസും വരുന്നില്ല. ഓക്കെ, സോ ഇതിന്റെ യോക്ക് പോർഷൻ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബട്ടൺസ് ജസ്റ്റ് ഷോ ബട്ടൺ ആയിട്ടാണ് വരുന്നത്. ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. ആൻഡ് ഇതിനൊരു ഭാഗത്ത് പോക്കറ്റ്, 1 സെക്കൻഡ്,
ഇല്ല സോറി കേട്ടോ, പോക്കറ്റ് പോക്കറ്റ് വരുന്നില്ല ഇതിനല്ല, വേറെ ഒന്നിനും മാറിപ്പോയത്. ഇതിന് പോക്കറ്റ് വരുന്നില്ല. രണ്ട് ഭാഗത്തും സ്ലിറ്റ് വരുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ലോങ് കുർത്തിയാണ്. പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് നിങ്ങൾ സൈസ് 1 സൈസ് അപ്പ് എടുക്കണേ, എന്നാലേ ഞാൻ പറഞ്ഞ ലൂസ് കൈൻഡ് ഓഫ് ആ ഒരു ഫിറ്റിൽ കിട്ടുള്ളൂ. ഒരു സൈസ് അപ്പ് എടുക്കാം. കൂടുതൽ ഞാൻ ഇപ്പം എടുക്കുമ്പോൾ എല്ലാം ഒരു സൈസ് അപ്പ് എടുക്കും. അപ്പോഴേ നമുക്ക് നല്ലൊരു ഫിറ്റിൽ, നല്ലൊരു വൃത്തിക്ക്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഞാനത് നോക്കാറുണ്ട്. അപ്പം നിങ്ങളും അത് നോക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ചിലത് ഇങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് പിക്ചർ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്യാം. എനിക്ക് ട്രൈ ചെയ്ത് നോക്കി, ഇനി അഥവാ നിങ്ങളെങ്ങാനും പിക്ചർ കണ്ട് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാവാത്തത് ഞാൻ അൺബോക്സ് കൂടി ചെയ്തില്ല. കാരണം ജസ്റ്റ് നോക്കിയപ്പോൾ തന്നെ അതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ട് ഞാൻ ട്രൈ ചെയ്യാത്തതുണ്ട്, നിങ്ങൾ കാണിച്ചു തരാത്തതുണ്ട്, ലൈക്ക് വേറെ ഇത് നോക്കാത്തതുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് എഗെയിൻ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാം. നല്ല ക്വാളിറ്റി, നമ്മളിങ്ങനെ ബ്രാൻഡഡ് കുർത്തീസൊക്കെ കാണില്ല, അങ്ങനെയുള്ള ഒരു കുർത്തിയാണ്. ജസ്റ്റ് 300 സംതിങ്ങിനാണ് ഈ ഒരു കുർത്തി ട്രൈ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റൗണ്ട് നെക്കാണ്, ജസ്റ്റ് വി കട്ടിങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ത്രെഡ് ബോൾ പോലെ വന്നിട്ടുണ്ട്. യോക്ക് പോർഷനൊക്കെ എന്ത് ഭംഗിയാ അറിയും, ഇങ്ങനെ സെൻറ്ററിൽ മാത്രം ഒരു സ്ക്വയർ പ്ലീറ്റഡ് ആയിട്ടാണ് വരുന്നത്. കോട്ടൺ ആണ് മെറ്റീരിയൽ. നല്ലൊരു മല്ലിക കളർ അങ്ങനെ ഒന്നുമല്ല, ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. സോ സ്ലീവ് വന്നിട്ടുള്ളത്, സ്ലീവിൻ്റെ അടിയിൽ ഡീറ്റെയിലിംഗ് ഒക്കെ വരുന്നുണ്ട്. സ്ലീവ് വന്നിട്ടുള്ളത് 3/4 ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു നോർമൽ സ്ലീവാണ്. സോ എ ലൈൻ ആയിട്ടാണ് ഇത് വരുന്നത്. നല്ലൊരു കുർത്തിയാണ്. ഒരുപാട് സൈസ് അവൈലബിൾ ആണ്, ട്രൈ ചെയ്ത് നോക്കാം. ഇതും ഞാൻ എടുത്തിട്ടുള്ളത് 1 സൈസ് അപ്പായിട്ടാണ് കേട്ടോ. എന്നിട്ട് എനിക്ക് നല്ല വൃത്തിക്ക് വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ യോക്ക് പോർഷനൊക്കെ നോക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഓക്കെ, നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ലേസ് ത്രൂ ഔട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, യെസ്, ഒരു എ ലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 360 അറൗണ്ട് ആ ഒരു പ്രൈസാണ് വരുന്നത്. ആൻഡ് സൈസ് പറഞ്ഞു 1 സൈസ് അപ്പ് എടുക്കാം. ഇത് മസ്റ്റ് ബൈ പറയാവുന്ന ഒന്നാണ്. ഞാൻ നേരത്തെ കാണിച്ചതും മസ്റ്റ് ബൈ പറയാവുന്ന ഒന്നാണ്. സോ അടുത്തത് കാണിച്ചു തരാം. അടുത്തത് ഞാനിത് കാണിച്ചു തരാം. 2 ഷർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് വേറെയും കളേഴ്സ് അവൈലബിൾ ആണ്. ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു ഷർട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് നോട്ട് ചെയ്യണേ ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾ എടുക്കേണ്ട രീതി ഒന്ന് നോട്ട് ചെയ്യണേ. സോ ഇത് ഞാൻ ഈ 2 കളേഴ്സാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടും ഒരുമിച്ചുള്ള വീഡിയോ ആയിരിക്കും കാണിക്കുക. ഈ ഒരു 2 കളേഴ്സാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ്. ലൈറ്റ് ബ്ലൂ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം എൻ്റെ കറണ്ട് ഫേവറേറ്റ് ഷെയ്ഡാണ്. കഴിഞ്ഞ ഇയർ മുതൽ പകുതിക്ക് മുതൽ എൻ്റെ കൂടെ കൂടിയിട്ടുള്ളതാണ് ഈ ഒരു ഷെയ്ഡ്. സോ ഇതിൽ ബ്ലാക്ക് ഇങ്ങനെ റൗണ്ട് ആയിട്ടുള്ള ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇത് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ്. ഫ്രണ്ട് കുറച്ച് കയറിയിട്ട് ബാക്ക് നല്ല ഇറങ്ങിയിട്ടുമാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് നല്ല കവറിങ് ആയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഷർട്ടാണ്. സോ ഫുൾ സ്ലീവ് ആണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഒരു പ്രീമിയം ക്വാളിറ്റി, ലൈക്ക് നല്ലൊരു ഇറ്റ്സ് റയോൺ മെറ്റീരിയൽ, ബട്ട് കുറച്ചൊരു കോട്ടൺ മിക്സ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. എനിക്കിത് വെയർ ചെയ്തപ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായി. ബ്ലൂ ഡെനിമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ബോട്ടം. ഓക്കെ, ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. കോളേർഡ് നെക്കാണ്, നമ്മൾ നോർമൽ കോളേർഡ് നെക്കാണ് വന്നിട്ടുള്ളത്. ബട്ടൺസ് ഒക്കെ ഓപ്പൺ ചെയ്യാം. സ്ലീവും നോർമൽ നമ്മളെ ഷർട്ടിൻ്റെ സ്ലീവില്ലേ അങ്ങനത്തെ ഒരു ബട്ടൺ വന്നിട്ടുള്ളതാണ്. ചിലത് 2 ബട്ടൺ വരൂലേ, ഒരു ബട്ടൺ ആയിട്ട് വന്നിട്ടുള്ള ഒരു ഫുൾ സ്ലീവിലാണ് സ്ലീവ് വന്നിട്ടുള്ളത്. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സൈസിൻ്റെ കാര്യം നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു സൈസ് അപ്പ് എടുക്കുക കേട്ടോ. ഒരു സൈസ് അപ്പ് എടുക്കുക, അപ്പോഴേ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് വെയർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സൽ ആണെങ്കിൽ XXL ചൂസ് ചെയ്യുക, അങ്ങനെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. ആൻഡ് സെക്കൻഡ് ഈ ഒരു ഷെയ്ഡാണ്. വേറെയും ഷെയ്ഡ് അവൈലബിൾ ആണ്. പിങ്ക് എങ്ങാനാണെന്ന് തോന്നി, നിങ്ങൾ നോക്കൂ കേട്ടോ. ഇത് രണ്ടുമാണ് എനിക്ക് നല്ലതായിട്ട് തോന്നി, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളത്. ഇതൊരു ഒലീവ് ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ്. സോ ഇതും ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം. കോളേർഡ് നെക്കാണ് കണ്ടോ. ബട്ടൺസ് ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ഓക്കെ, സ്ലീവ് നമ്മൾ നോർമൽ ഫുൾ സ്ലീവ് ആണ്. ഞാൻ നേരത്തെ ബ്ലൂവിൽ പറഞ്ഞ പോലെ തന്നെ ഫുൾ സ്ലീവ് ആണ്. ഓക്കെ, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ 2 ഷർട്ടും. ട്രൈ ചെയ്തുക്കാം. 500 സംതിങ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് വർത്താണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു റെഡ് ഡ്രസ്സാണ് നെക്സ്റ്റ് കാണിച്ചു തരുന്നത്. ഈ ഒരു റെഡ് ഡ്രസ്സ്
ഞാൻ എടുത്തിട്ടുള്ളത് XXL, ഒരു സൈസ് അപ്പായിട്ട് എടുത്തു. ഇത് ലൈക്ക് അല്ലാതെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലീവ് ഉണ്ടല്ലോ, ഈ ഒരു സ്ലീവിന്റെ ഭാഗം കേട്ടോ, ഇതിങ്ങനെ ഷോൾഡർ ഇറങ്ങിയിട്ടുള്ള കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലാണ് ഞാനിത് വെയർ ചെയ്തിട്ടുള്ളത്. സോ ഇത് കുറച്ചുകൂടി കയറിയിട്ട് വരും നിങ്ങൾ നോർമൽ സൈസ് എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഒരു ഷോർട്ട് സ്ലീവ് ആയിട്ട് വരും. ഇതൊരു 3/4 അല്ലെങ്കിൽ 3/4 എത്തുന്ന രീതിയിലുള്ള ഒരു സ്ലീവ് ലെങ്ത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സൈസ് അപ്പ് എടുത്തപ്പോൾ. ഇതിന്റെ ഡീറ്റെയിൽസ് പറയാം. പ്രീമിയം ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ലൈക്ര മെറ്റീരിയൽ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ലൈക്ര മെറ്റീരിയൽ ആണ്. നിങ്ങൾക്ക് ക്ലോസ് ഷോട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റൗണ്ട് നെക്ക് ആണ്, സ്ലീവ് ഇങ്ങനെ ലൂസ് സ്ലീവ് ആണ്, ലൈക്ക് ലൂസ് ആണ്. ഇന്നർ ഇട്ട് കൊടുത്താൽ മതി, അല്ല വൃത്തിക്ക് വെയർ ചെയ്യാം. ചിലത് ഇങ്ങനെ ഷോർട്ട് സ്ലീവ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇന്നർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു വൃത്തികേടാണ്, ലുക്ക് മൊത്തം ബോറായി കിട്ടും. സോ ഇത് ലൂസ് ആയതുകൊണ്ട് തന്നെ ഇന്നർ ഇട്ടാൽ വൃത്തി ഉണ്ടാവും. ഓക്കെ, ഒരു അലൈൻ കൈൻഡ് ഓഫ് ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. സോ നല്ല ക്വാളിറ്റി കേട്ടോ, നല്ല ക്വാളിറ്റിയാണ്. നരയ്ക്കുക, കളറുക, ചുരുങ്ങുക, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ലൊരു റെഡിലാണ് വന്നിട്ടുള്ളത്. ആ ഒരു ക്ലോസ് ഷോട്ട് നിങ്ങൾ എന്താണ് പിക്ചറിൽ കാണുന്നത് അതേ ഒരു ക്വാളിറ്റി ആണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ളതാണ്. സോ ഇത് ഞാൻ പറഞ്ഞ ഒരു സൈസ് അപ്പ് എടുക്കുക. ഇതിന്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് ഒരു 400 അറൗണ്ട് ആ ഒരു പ്രൈസ് എങ്ങനെയാണ് വരുന്നത്. നല്ല വർത്ത് ആയിട്ടുള്ളതാണ്, എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളിയാണ്. ലെങ്ത് വന്നിട്ട് ലൈക്ക് ഒരു നീലും കുറച്ച് താഴായിട്ട് ആ ഒരു ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. എനിവേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, സൈസിന്റെ കാര്യം പറഞ്ഞു, സൈസ് പറഞ്ഞു, മെറ്റീരിയൽ പറഞ്ഞു. ഓക്കെ, സോ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് അഗൈൻ ഒരു ഷർട്ട് കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടമാവാത്ത ഡ്രസ്സുകൾ ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് പിക്ചർ ആഡ് ചെയ്തിട്ട് ഞാൻ പറയാമെന്ന് ലാസ്റ്റിലേക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, ആവശ്യക്കാർക്ക് നമുക്കിങ്ങനെ ഫസ്റ്റ് നല്ല കാണിക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് കാണിച്ചു തരുന്നത് ഈ ഒരു ലോങ് ഷർട്ട് ഡ്രസ്സാണ്. ഹ്യൂജ് വീഡിയോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സോ ഇതൊരു ലോങ് ഷർട്ട് ഡ്രസ്സാണ്, ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ ബ്ലാക്കും വൈറ്റും അവൈലബിൾ ആണ്, നോക്കുക. സോ ഞാൻ പിങ്കാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് വിശ്വസിച്ച് നിങ്ങൾക്ക് ബ്ലാക്കും വൈറ്റും ഒക്കെ ട്രൈ ചെയ്യാം. ഇതിൻ്റെ സൈസ് നോർമൽ XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് XL വരെ വരുന്നുള്ളൂ സൈസ്, അതുകൊണ്ടാണ് XL ചൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ഇതൊരു ഓവർ സൈസ്ഡ് ഫിറ്റ് തന്നെയാണ് നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. സോ ചിലത് നമുക്ക് ഓവർ സൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാലും നമ്മൾ എടുക്കുമ്പോൾ നോർമൽ സൈസ് ഒക്കെ എടുത്താൽ നമുക്ക് ആ ഒരു ഓവർ സൈസിൽ വരില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല, ഓവർ സൈസിലാണ് വന്നിട്ടുള്ളത്. സോ കോളേർഡ് നെക്ക്, കുറച്ചൊരു സീത്രൂ ആണ്. പിങ്കും വൈറ്റും ഒക്കെ, ലൈറ്റ് പിങ്കും ഒക്കെ വരുമ്പോൾ എന്തായാലും ചെറുതായിട്ടൊരു സീത്രൂ ഉണ്ടാവും. നല്ല കട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. ഓക്കെ, സോ കോളേർഡ് നെക്കാണ്. ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കിലുള്ള ഈ ഒരു ഇത് കാണിച്ചത് നല്ല വൃത്തിക്ക് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം. ഷർട്ടിന്റെ ബാക്കിൽ വരുമ്പോൾ നല്ല ഒരു വൃത്തി ഉണ്ടാവും. ബാക്കിൽ കാണുമ്പോൾ അല്ലാതെ എനിക്കിഷ്ടമില്ല, അങ്ങനെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും. ഓക്കെ, സോ സ്ലീവിലേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ കണ്ടോ, 2 ബട്ടൺസ്. മറ്റേ ഷർട്ട് കണ്ടോ, ഒരു ബട്ടൺ വന്നിട്ടുള്ളത്, 2 ബട്ടൺസാണ് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ്. സോ നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. എനിക്കിത് നല്ല ഇഷ്ടമായി. വേറെ ഏത് ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെങ്ത്ത് നീലും കുറച്ച് താഴായിട്ട് ലെങ്ത്ത് വരുന്നുണ്ട്. ഇറ്റ്സ് എ ഷർട്ട് ഡ്രസ്. ഓക്കെ, അപ്പോൾ ഇതും നല്ല വർത്തായിട്ട് തോന്നുന്നു. ലൈക്ക് പ്രൈസ് വരുന്നത് 400 സംതിങ് അറൗണ്ട് ആ ഒരു പ്രൈസാണ്. ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണെങ്കിൽ. നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഫിറ്റിംഗ് നിങ്ങളെ നോർമൽ സൈസ് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു മൾട്ടി കളേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ്. ഇതിൽ നിങ്ങൾ നോട്ട് ചെയ്യണം, സ്കിപ്പ് ചെയ്ത് പോവണ്ട. നോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞ പോലെ. ഡീറ്റെയിൽസ് വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു ചൈനീസ് കോളേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നെക്കാണ്. കുറച്ച് ഇങ്ങനെ ഒരു വി ആയിട്ട് ഫ്രണ്ടിൽ, ബാക്കിൽ ഇങ്ങനെ കോളേർഡ് ആയിട്ട് വന്നിട്ടുള്ള, ഹാഫ് കോളേർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നെക്കാണ്. സോ സ്ലീവിലേക്ക് വരുവാണെങ്കിൽ ഇറ്റ്സ് എ ഷോർട്ട് സ്ലീവ്. ബട്ട് നമ്മൾ സൈസ് ഒന്ന് ലൈക്ക് അഡ്ജസ്റ്റ് ചെയ്ത്, ലൈക്ക് സൈസ് നോക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കിത് ഒരു 3/4 ലൈക്ക് ആ ഒരു സ്ലീവ് ലെങ്ത്തിൽ വെയർ ചെയ്യാം. ആക്ച്വലി ഞാൻ ഇവിടെ വെയർ ചെയ്ത പോലെ നിങ്ങൾക്ക് വെയർ ചെയ്യാം. അതായത് ഇതൊരു എയർലൈൻ ടൈപ്പിലാണ്, പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. മൾട്ടി കളേർഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കളർ ഇളകുന്ന ഒരു കളറായിട്ട്, മീൻസ് കളർ ഇളകുന്ന പോലെ ഒന്നും തോന്നില്ല കേട്ടോ. അങ്ങനെയുള്ളത് ഞാനൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. കളർ ഇടുന്ന പോലെ ഒന്നും അങ്ങനത്തെ തോന്നുന്ന ഒരു കളറല്ല. മൾട്ടി കളേർഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ല ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുള്ളത്. കോളർ പോക്കറ്റ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതിന്റെ സൈസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇത് XXL കണ്ടോ, ഇത് XXL ഞാൻ വെയർ ചെയ്തപ്പം ആ ഒരു ഫിറ്റിൽ കിട്ടിയത്. പക്ഷെ നിങ്ങൾ XXLൊന്നും പോകണ്ട. അതായത് 2 സൈസ് കൂട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു സൈസ് കൂട്ടിയെടുത്താൽ മതി. ഞാൻ ആക്ച്വലി ഒരു സൈസാണ് കൂട്ടി കൊടുത്തിട്ടുള്ളത്, പക്ഷെ എനിക്ക് കൈ കിട്ടിയത് 2 സൈസ് കൂട്ടിയിട്ടാണ്. അതായത് ഞാൻ ഇപ്പോഴാണ് നോക്കുന്നത് XXL എനിക്ക് കിട്ടിയിട്ടുള്ളത്.
XL ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഒരു സൈസ് കൂടുതലാവുമ്പോൾ സ്ലീവ് കുറച്ചുകൂടി ലെങ്ത്തിൽ വരുമല്ലോ എന്നുള്ളൊരു രീതിയിൽ, കുറച്ചുകൂടി ഒരു ലൂസ് ഫിറ്റിൽ ഒരു വൃത്തിക്ക് വെയർ ചെയ്യാമെന്ന് തോന്നി. സോ ഇത് നമുക്ക് XXL ആണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഒരു സൈസ് കൂട്ടിയെടുത്താൽ മതി. ഓക്കെ, ഒരു സൈസ് കൂട്ടിയെടുക്കാം. നിങ്ങൾക്ക് നല്ലൊരു ഫിറ്റിൽ വെയർ ചെയ്യാം. നല്ല കോട്ടൺ മെറ്റീരിയൽ മൾട്ടി കളർഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 300 സംതിങ് ആണ്. ആ ഒരു പ്രൈസിന് വർത്ത് ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഫ്ലിപ്കാർട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു കാഷ്വൽ ടോപ്പ് കാണിച്ചു തരാം. സോ ഇത് വന്നിട്ടുള്ളത് റൗണ്ട് നെക്കാണ്. ഇവിടെ ഫ്രണ്ടിൽ ഒരു റോപ്പ്, ഇതിവിടെ കണ്ടപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ഫ്രണ്ടിൽ ഇങ്ങനെ റോപ്പ് വരുന്നുണ്ട്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വരുന്നത് 3/4 സ്ലീവ് ആണ്. എൻഡിൽ ഇങ്ങനെ ഡീറ്റെയിലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു ബലൂൺ കൈൻഡ് ഓഫ് സ്ലീവ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ലേസ് പോലെ വരുന്നുണ്ട്. ഇവിടെയും ഈ ഒരു ത്രൂ ഔട്ട് ഇല്ല യോക്ക് പോർഷനിൽ മാത്രമായിട്ടാണ് ഈ ഒരു വൈറ്റ് ലേസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രിന്റാണ് ത്രൂ ഔട്ട് വന്നിട്ടുള്ളത്. ഹാൻഡിലേക്ക് ഇങ്ങനെ ഫ്രില്ലായിട്ടാണ് വരുന്നത്. ഓക്കെ, ഇത് നീലും കുറച്ച് താഴെയായിട്ടാണ് ലെങ്ത് വരുന്നത്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ്. കോട്ടൺ ആണ് മെറ്റീരിയൽ. നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ക്വാളിറ്റിയിലാണ് വരുന്നത്. ഓക്കെ, സോ ഇതിന്റെ സൈസ് ഒരു സൈസ് അപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളും ഒരു സൈസ് അപ്പ് എടുക്കുക, എന്നാലേ നല്ല രീതിയിൽ വെയർ ചെയ്യാൻ പറ്റും. ഞാൻ വേറെ ഏതൊരു ഫിറ്റിംഗ് തന്നെ നോർമൽ ഫിറ്റിംഗ് ആണ്. ഓവർ സൈസ്ഡ് ലൈക്ക് ഭയങ്കര ലൂസ് ആയിട്ടൊന്നും എനിക്ക് തോന്നില്ല. അപ്പം ഞാൻ ഒരു സൈസ് അപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ എടുക്കാൻ വേണ്ടി നോക്കാം. സോ ഇതിന്റെ പ്രൈസ് വരുന്നത് 400 സംതിങ് ഇങ്ങനെയാണ് പ്രൈസ്. ആ ഒരു പ്രൈസിന് പോകത്താണ്. നല്ല മെറ്റീരിയൽ ക്വാളിറ്റി, എടുത്തു പറയേണ്ടത് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റിയാണ് കേട്ടോ. സോ ഇതാണ് നമ്മളെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇനി നമുക്ക് യൂസ് ആവാത്ത, അതായത് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ തോന്നാത്ത ഒന്നാണ് ഈ ഒരു റെഡ് കുർത്തി സെറ്റ്. അതായത് ഇവിടെ ഞാൻ പിക്ചർ ആഡ് ചെയ്യാം. ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്കിതിങ്ങനെ കളർ ഇളകുന്ന ഉറപ്പായി. ലൈക്ക് ഇതൊരു റെഡ് ഇങ്ങോട്ട് ഇങ്ങനെ അടിച്ചെടുക്കുന്ന പോലുള്ള ഒരു വൈറ്റ്. ഇതെനിക്ക് തോന്നുന്നു എന്തായാലും ഫസ്റ്റ് വാഷിൽ തന്നെ കളർ ഇളകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ റയോൺ ആണ്, ഒരു വലിയ ക്വാളിറ്റി തോന്നാത്ത ഒരു റയോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ, ലൈക്ക് പെട്ടെന്ന് ചുരുങ്ങാനുള്ള ഒരു വലിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ഓക്കെ, ഈ ഒരു സെറ്റ് പിന്നെ പിക്ചറിൽ കണ്ടതിൽ നിന്നും നല്ല ഡിഫറൻസും ഉണ്ട് കേട്ടോ. പിക്ചറിൽ ഒരു മെറൂൺ ഷെയ്ഡ് ആയിരുന്നു. പിന്നെ ഇത് ഞാൻ വേറെ ഇത് കാണിക്കുന്നില്ല. ഇത് നല്ലതാണ് കേട്ടോ. ഇതിന്റെ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നോക്കേണ്ട സ്റ്റോക്കിന്റെ ലിങ്ക് കൊടുക്കാം. പിന്നെ വെറുതെ കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇതൊരു ഒരു ക്രിങ്കിൾഡ് ക്രേപ്പ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഒരു എൻ്റെ ഫ്രില്ലൊക്കെ വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. വേറെ ഇത് കാണിക്കുന്നില്ല. ഓൾസോ ഇതിന്റെ സൈസ്, അതുകൊണ്ടാണ് വേറെ ഏതെങ്കിലും മറന്നു പോയതാണ്. ലൈക്ക് ലിങ്ക് ഇല്ല, അതായത് സ്റ്റോക്ക് ഔട്ട് ആണ്. സ്റ്റോക്ക് വരുവാണെങ്കിൽ ഞാൻ ഇടാം. പിന്നെ എന്താ പറയുക, സ്മോൾ ആണ് സൈസ് വന്നിട്ടുള്ളത്. അപ്പം എനിക്ക് പറ്റുന്നില്ല, അപ്പം എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. സ്ലീവ് സംഭവം വേർത്താണ്. 200 സംതിങ്ങിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നല്ല ക്വാളിറ്റിയിലാണ്. ആ ഒരു പ്രൈസിന് നല്ലൊരു വെസ്റ്റേൺ ഡ്രസ്സാണ്. സോ നെക്കൊക്കെ വന്നോ കണ്ടോ, കുറച്ചൊരു ഹൈ നെക്കിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു നെക്കാണ്. ചൈനീസ് കോളർഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു നെക്കാണ്. സ്ലീവൊക്കെ ബലൂൺ സ്ലീവൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സംഭവം അടിപൊളിയാണ്. സൈസ് എനിക്ക് എസ് ആണ് കിട്ടിയത്, സ്മോൾ ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പം എനിക്ക് ഒട്ടും പറ്റില്ല, കെയർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് ലിങ്കും അവൈലബിൾ അല്ല. അപ്പം ഞാൻ അഥവാ ലിങ്ക് ഞാൻ എപ്പോഴും വരികയാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ഓക്കെ, സോ നെക്സ്റ്റ് ഞാൻ പറയല്ലേ, ഓപ്പൺ ചെയ്ത് ഞാനിങ്ങനെ ആ ഒരു ഇത് എടുത്തിട്ട് നിർത്തിയിട്ടൊന്നുമില്ല. കാരണം ഇതിങ്ങനെ എടുത്തപ്പോൾ തന്നെ എനിക്ക് ഇതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഇഷ്ടമായില്ല. പക്ക അങ്ങനെ വടി പോലെ നിൽക്കുന്ന കോട്ടൺ മെറ്റീരിയൽ അതാണ്. അപ്പൊ അതെനിക്ക് കാണിച്ചിടണമെന്ന് തോന്നിയില്ല, യൂസ് ആവില്ല. എനിക്ക് എന്തായാലും ഇഷ്ടമായില്ല. അത് പ്രൈസ് 500 അങ്ങനെ സംതിങ് അങ്ങനെ എന്തോ ആണ്. പക്ഷെ എനിക്കത് അത്ര സുഖമായി തോന്നിയില്ല. വാഷ് ചെയ്താലും അങ്ങനെ റെഡി ആവും തോന്നില്ല. ഞാൻ അതും കാണിച്ചു തരുന്നില്ല വിചാരിച്ചു. ഓക്കെ, ഇങ്ങനെ 3 എണ്ണം നമ്മൾ മാറ്റി വെച്ചു, കുറച്ചെണ്ണം കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ വീഡിയോ. സി യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ. ബൈ.